ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ CM കിഡ്സ് LP എക്സാം പേപ്പർ 1ൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല. കവി ഇങ്ങനെ പറയാൻ കാരണമെന്ത്? ഓപ്ഷൻ എ, കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു ഭാവനയുണ്ട്. ഓപ്ഷൻ ബി, കാണാൻ ചെല്ലുമ്പോൾ പലതും അകലെയാണ്. ഓപ്ഷൻ സി, മനസ്സിലെ സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം. ഓപ്ഷൻ ഡി, കണ്ട കാര്യം അതാണെന്ന് ഉൾക്കൊള്ളാനുള്ള മടി. ആൻസർ ഓപ്ഷൻ സി, മനസ്സിലെ സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം. ആകാശയാത്രയ്ക്കിടെ കുട്ടി കണ്ട കാഴ്ചകളിൽ വേറിട്ട് നിൽക്കുന്നത് ഏത്? ഓപ്ഷൻ എ, നീലക്കടലിൽ അമ്പിളിത്തോണി, മരതകപ്പട്ടുടുത്ത ഭൂമി, തിരയൊടുങ്ങാത്ത കടൽ, നീലക്കുന്നുകൾ. ആൻസർ ഓപ്ഷൻ എ, നീലക്കടലിൽ അമ്പിളിത്തോണി. താഴെ കൊടുത്ത പ്രയോഗങ്ങളുടെ ജോഡിയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? 1. ഇഷ്ടം മുഖം തിരിച്ചു. 2. ദേഷ്യം ഇരച്ചു കയറി. 3. സങ്കടം അണപൊട്ടിയൊഴുകി. ഇതിൽ ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി 3ഉം 1ഉം ശരിയാണ്. ഓപ്ഷൻ ഡി 3ഉം ശരിയാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. കൊട്ടും പാട്ടും താളവും മേളവും കൂട്ടത്തിൽ ചേർക്കാൻ കഴിയുന്ന പദപ്രയോഗം ഏത്? ഓപ്ഷൻ എ, ആട്ടവും പാട്ടും. ഓപ്ഷൻ ബി, ഇരുളും വെളിച്ചവും. ഓപ്ഷൻ സി, മണ്ണും വിണ്ണും. ഓപ്ഷൻ ഡി, അകവും പുറവും. ആൻസർ ഓപ്ഷൻ എ, ആട്ടവും പാട്ടും. വീട് ഒരു കാടായ പോലെ നിന്നു എന്ന വരികൾ കൊണ്ട് അർത്ഥമാക്കുന്ന ആശയം താഴെ കൊടുത്തവയിൽ ഏതാണ്? 1. വീട്ടിൽ ധാരാളം മരങ്ങൾ നട്ടുവളർത്തിയിട്ടുണ്ട്. 2. കാട് പോലെ തന്നെ വീടും അവർക്ക് സുരക്ഷിതമാണ്. 3. വീട്ടിലും അവർക്ക് കാട്ടിലെ സന്തോഷം ലഭിക്കുന്നു. ഓപ്ഷൻ എ 1 ശരിയാണ്. ഓപ്ഷൻ ബി 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ സി 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി 1ഉം 2ഉം 3ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം ശരിയാണ്. താഴെ കൊടുത്തവയിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ, തരിശുഭൂമികൾ കൃഷിസ്ഥലമാക്കുന്നു. ഓപ്ഷൻ ബി, ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് വസ്തുക്കൾ പുനഃചംക്രമണത്തിന് വിധേയമാക്കുന്നു. മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുന്നു. പായൽ നിറഞ്ഞ കുളങ്ങൾ മണ്ണിട്ട് മൂടുന്നു. ഏതാണ് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ ഡി, പായൽ നിറഞ്ഞ കുളങ്ങൾ മണ്ണിട്ട് മൂടുന്നു. താഴെ കൊടുത്തവയിൽ പക്ഷികളുടെ കൊക്കുകളെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1. ഇര പിടിക്കാൻ സഹായിക്കുന്ന വിധം വളഞ്ഞ മൂർച്ചയുള്ള കൊക്കുകളാണ് പരുന്തിനുള്ളത്. 2. തേൻകുരുവിയുടെ കൊക്ക് വളരെ ചെറുതാണ്. 3. കൊറ്റിയുടെ കൊക്ക് പരന്നതാണ്. ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി 1 മാത്രം ശരിയാണ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, 1 മാത്രം ശരിയാണ്. കേരള സംഗീതത്തിൻ്റെ വസന്തകാലം എന്നറിയപ്പെടുന്നത് ഏത് രാജാവിൻ്റെ ഭരണകാലമാണ്? കൊട്ടാരക്കര തമ്പുരാൻ, സ്വാതി തിരുനാൾ, രാജ രവിവർമ്മ, ശ്രീമൂലം പെരുമാൾ. ആൻസർ ഓപ്ഷൻ ബി, സ്വാതി തിരുനാൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, വന്ദനഗാനത്തോടു കൂടി ആരംഭിച്ച് കഥാഗാനങ്ങൾ അവതരിപ്പിക്കുന്ന തെക്കൻ കേരളത്തിലുള്ള കലാരൂപം? സോപാന സംഗീതം, വില്ലടിച്ചാൻ പാട്ട്, വട്ടപ്പാട്ട്, വടക്കൻ പാട്ട്. ആൻസർ ഓപ്ഷൻ ബി, വില്ലടിച്ചാൻ പാട്ട്. പക്ഷികൾ ദേശാടനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, എത്ര ദൂരം പറക്കാൻ കഴിയും എന്നറിയാൻ, മനുഷ്യരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി, സ്വസ്ഥമായ സ്ഥലം ലഭിക്കുന്നതിന് വേണ്ടി.
ആൻസർ ഓപ്ഷൻ സി ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി. 80 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയുടെ പകുതി ഭാഗം കൊണ്ട് നിർമ്മിച്ച ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളമെത്ര? 5 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, 15 സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ബി 10 സെൻറ്റിമീറ്റർ. യാത്ര തുടങ്ങി 53 കിലോമീറ്റർ ആയപ്പോൾ വഴിയരികിലെ ബോർഡിൽ ഊട്ടി 577 കിലോമീറ്റർ എന്ന് കണ്ടു. യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര ദൂരമാണ് ഊട്ടിയിലേക്കുള്ളത്? 53 കിലോമീറ്റർ, 577 കിലോമീറ്റർ, 630 കിലോമീറ്റർ, 524 കിലോമീറ്റർ. ഓപ്ഷൻ ഡി 630 കിലോമീറ്റർ. 499 നൂറിനോട് എത്ര 100 കൂടി ചേർത്താൽ 50,000 ആകും? ആൻസർ ഓപ്ഷൻ എ 100. 1, 2, 3, 4 എന്നീ അക്കങ്ങൾ ആവർത്തനമില്ലാതെ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ഡി 4321. സ്കൂളിൽ നിന്നും രാവിലെ 6:45 വിനോദയാത്രയ്ക്ക് പോയവർ രാത്രി 7:15 തിരികെ എത്തി. വിനോദയാത്രയ്ക്ക് എടുത്ത സമയം എത്ര? 12 മണിക്കൂർ 30 മിനിറ്റ്, 12 മണിക്കൂർ, 6 മണിക്കൂർ 30 മിനിറ്റ്, 7 മണിക്കൂർ 30 മിനിറ്റ്. ആൻസർ ഓപ്ഷൻ എ 12 മണിക്കൂർ 30 മിനിറ്റ്. അടുത്തത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ്. 2025 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം ഏത്? ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.